സൈമൺ വെസ്റ്റിന്റെ ഡയറക്ഷനിൽ 1997 റിലീസായ ആക്ഷൻ ക്രൈം ത്രില്ലർ ജോണറിലുള്ള അമേരിക്കൻ മൂവിയാണ് കോണയർ. നിക്കോളാസ് കേജ്, ജോൺ ക്യൂസാക്, ജോൺ മാൽക്കോവിച്ച് എന്നിവർ മെയിൻ റോളിലും വിങ് റെയിൻസ്, കോൾ മൈനി, മൈക്കൽ ടി വില്യംസൺ, ഡാനി ട്രേജോ, മോണിക്ക പോർട്ടർ എന്നിവർ സപ്പോർട്ടിംഗ് റോളിലും ഫിലിമിലുണ്ട്. ഇന്ന് നമ്മൾ കോണയറിന്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും റീൽസ് ആൻഡ് റിയാക്ഷൻസിലേക്ക് സ്വാഗതം. വാർ സീൻസ് കാണിച്ചുകൊണ്ടാണ് മൂവി തുടങ്ങുന്നത്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിന്റെ കോമ്പാക്ട് ഡിപ്ലോയ്മെന്റ്സ് കഴിഞ്ഞ് റേഞ്ചേഴ്സ് എന്ന US ആർമിയിലെ ഇൻഫൻട്രി യൂണിറ്റിന്റെ ഒരു റിലീസ് സെറമോണിയിൽ ഹീറോ ആയ ക്യാമറൺ പോയിനെ കാണിക്കുന്നു. പുള്ളി ആർമി സർവീസ് ഒക്കെ അവസാനിപ്പിച്ച് തന്റെ പ്രഗ്നന്റ് വൈഫായ ട്രിഷ്യ പോയിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നു. ട്രിഷ്യ അവിടെ ഒരു ബാറിൽ വെയിട്രസ് ആയി ജോലി ചെയ്യുകയാണ്. അവിടെ വെച്ചൊരു അലവലാതെ കീടം അവളെ ശല്യം ചെയ്തു. ആർമി യൂണിഫോം ഒക്കെ കണ്ടിട്ട് ക്യാമറോണിനെയും വിയറ്റ്നാം വാറിന്റെ പേരൊക്കെ പറഞ്ഞ് പുള്ളി ചൊറിയുന്നു. തിരിച്ചു പോരാൻ നേരം ബാറിന്റെ വെളിയിൽ വെച്ച് കീടം അവന്റെ ബാക്കി കമ്പനി കീടങ്ങളുമായി വന്ന് ക്യാമറോണുമായി അടിയാവുന്നു. ക്യാമറോണിന്റെ ഒരു പഞ്ചിൽ കീടം സമാധിയാവുന്നു. ശുഭം. കേസ് കോടതിയിലെത്തുന്നു. ക്യാമറോൺ ഒരു ആർമി പേഴ്സൺ ആയതുകൊണ്ട് പുള്ളിയുടെ ട്രെയിനിങ് ഒക്കെ കണക്കിലെടുത്ത് അയാൾ ഒരു അപകടകരമായ വെപ്പണിന് തുല്യമാണെന്ന് ജഡ്ജ് അഭിപ്രായപ്പെടുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ക്യാമറോണിന് 7 തൊട്ട് 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കുന്നു. ജയിലിൽ വെച്ച് ക്യാമറോൺ മൈക്കോഡെൽ എന്നൊരു സഹ തടവുകാരനുമായി ചങ്ങാത്തം കൂടുന്നു. അവിടെ വെച്ച് ട്രിഷ്യയുടെ കത്തിൽ നിന്നും താൻ ഒരു പെൺകുഞ്ഞിന്റെ അച്ഛനായ വിവരം അറിയുന്നു. കുഞ്ഞിന്റെ പേര് കേസി എന്നാണ്. 8 വർഷം കഴിഞ്ഞ് ക്യാമറോണിന് പരോൾ ഗ്രാൻഡ് ആവുന്നു. കേസിയുടെ ബർത്ത്ഡേ ആയ ജൂലൈ 14 തന്റെ അച്ഛൻ എത്തുമെന്നൊക്കെ പറഞ്ഞ് കേസി അവളുടെ അച്ഛൻ കത്തെഴുതുന്നു. ആ കത്തും കേസിക്കുള്ള ഗിഫ്റ്റും ഒരു കാർട്ടണിലാക്കി ക്യാമറോൺ തിരിച്ചു തന്റെ ഫാമിലിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. ക്യാമറോണിന്റെ കൂടെ തന്റെ ഡയബറ്റിക് ആയ ഫ്രണ്ട് മൈക്കും വേറൊരു ജയിലിലേക്ക് ട്രാൻസ്ഫേർഡ് ആവുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നത് ജയിൽ അതോറിറ്റീസിന്റെ ഒരു ബ്രീഫിംഗ് ആണ്. ജെയിൽ ബേർഡ് എന്നൊരു പ്ലെയിനിലാണ് ക്യാമറോൺ ഉൾപ്പെടെയുള്ള തടവുകാരെ ആലബാമയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ജെയിൽ ബേർഡിൽ ക്യാമറോണിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് സൈറസ് ദി വൈറസ്, ഡയമണ്ട് ഡോഗ്, ബില്ലി ബെഡ്ലാം, ജോണി 23 എന്നിങ്ങനെയുള്ള വളരെ പ്രശ്നക്കാരായ ക്രിമിനൽസ് ആണ്. അത് കാരണം കൂടുതൽ ശ്രദ്ധ ഈ ട്രാൻസ്ഫറിന് കൊടുക്കണമെന്ന ബ്രീഫിംഗിൽ പറയുന്നു. US മാർഷൽ വിൻ ക്ലാർക്കിനാണ് ജെയിൽ ബേർഡിന്റെ ചുമതല. ഈ സമയത്ത് DEA ഏജന്റ് ഡങ്കൻ മലോയും ബില്ലി സിംസും വിൻ ക്ലാർക്കിനെ വന്ന് കാണുന്നു. ജെയിൽ ബേർഡ് ഇടയ്ക്ക് കാർട്ടൺ സിറ്റിയിൽ നിർത്തി ഫ്രാൻസിസ്കോ സിന്റിനോ എന്നൊരു ഡ്രഗ് ലോഡിനെയും പ്ലെയിനിൽ കയറ്റുന്നുണ്ട്. അയാളെ പറ്റി കൂടുതൽ വിവരം അറിയാനാണ് ഇവർ വരുന്നത്. അണ്ടർ കവറായി വില്ലി സിംസിനെ ജെയിൽ ബേർഡിൽ കയറ്റാൻ ഇവർ തീരുമാനിക്കുന്നു. പക്ഷേ ലാർക്കിൻ വില്ലിയുടെ ഗൺ പിടിച്ചു വയ്ക്കുന്നു. റിസ്ക് ആയതുകൊണ്ട് പ്ലെയിനിൽ ഗൺ അലൗഡ് അല്ല എന്നും പൈലറ്റിന്റെ ക്യാബിനിൽ ഒരു ഗൺ ഉണ്ട്. പോരാത്തതിന് ജെയിൽ ബേർഡിന്റെ ബോട്ടം കമ്പാർട്ട്മെന്റിൽ ഒരു കുഞ്ഞു വെടപുര തന്നെ ഉണ്ടെന്നും ജൻകൻ മലോയുടെ അടുത്ത് പറയും. എന്നാലും മാലോയ് ആരും കാണാതെ വില്ലി സിംസിന്റെ സോക്സിൽ ഒരു കുഞ്ഞു ഗൺ വെച്ച് പ്ലെയിനിൽ കയറ്റി വിടുന്നു. ജയിൽ ബോർഡ് ടേക്ക് ഓഫ് ആയപ്പോൾ തന്നെ വിൻബോൾ എന്നൊരു ഇൻമേറ്റ് അവന്റെ അണ്ണാക്കിൽ ഒളിപ്പിച്ചിരുന്ന കുഞ്ഞു പെട്രോൾ ബോട്ടിലും മാസ്റ്റിക്കും വെച്ച് അവന്റെ അടുത്തിരിക്കുന്ന ഇൻമേറ്റിന് തീ കൊളുത്തുന്നു. ഇത് പ്ലെയിനിനെ മൊത്തം ഇളക്കി ബഹളമയമാക്കും. സ്കൂൾ വിടാൻ നേരം ബെല്ലടിക്കുമ്പോൾ പിള്ളേർ ബഹളം വയ്ക്കുന്നത് പോലെ ആണ് അന്തരീക്ഷം. ഇതിനിടയ്ക്ക് വിൻബോൾ സൈറസിനെ തുറന്നു വിടുന്നു. നിമിഷ നേരം കൊണ്ട് സൈറസ് ആ പ്ലെയിനിന്റെ കോക്പിറ്റിൽ കയറി കോ പൈലറ്റിനെ വെടിവെച്ച് പ്ലെയിനിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു. പ്ലെയിനിൽ ഉണ്ടായിരുന്ന ഒഫീഷ്യൽസിനെ ലോക്ക് ചെയ്ത് ഇൻമേറ്റ്സിനെ റിലീസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പിൻബോൾ വില്ലി സിംസിന്റെ ലോക്ക് അഴിച്ച ഉടനെ അയാൾ ഗണ്ണെടുത്ത് പിൻബോളിനെ ഹ്യൂമൻ ഷീൽഡ് ആക്കി സൈറസിന്റെ അടുത്ത് സറണ്ടർ ആവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സൈറസ് സാലി എന്നൊരു ലേഡി ഓഫീസറിനെ മുന്നിൽ നിർത്തുന്നു. എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ക്യാമറോൺ വില്ലിയുടെ അടുത്ത് താൻ ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നും ഈ സിറ്റുവേഷൻ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും വലുതാണെന്നും പറയുന്നു. അവസരം കിട്ടിയപ്പോൾ സൈറസ് വില്ലിയെ വെടിവെച്ചിട്ടു. ക്യാമറോൺ സൈറസിന്റെ മനസ്സിൽ നല്ലവനായ ഉണ്ണിയാവുന്നു. ഇതിനിടയ്ക്ക് മൈക്കിന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ കിട്ടാതെ അയാളുടെ അവസ്ഥയിൽ വഷളാവുന്നു. കാസിൻ സിറ്റിയിൽ എത്തുമ്പോൾ 6 തടവുകാരെ പ്ലെയിനിൽ നിന്ന് ഇറക്കേണ്ടതുണ്ട്. പക്ഷേ അവർ പ്ലെയിനിൽ വെച്ച് നടന്ന ബഹളത്തിൽ മരിച്ചുവെന്നും പിൻബോൾ സൈറസിനെ അറിയിക്കുന്നു. അപ്പോൾ സൈറസ് അവിടെ ഉള്ളവരോട് 6 പേർക്ക് ഇവിടുന്ന് മരിച്ചവരുടെ പേരിൽ കാസിൻ സിറ്റിയിൽ ഇറങ്ങാം, താല്പര്യമുള്ളവർ മുന്നോട്ട് വരാൻ ആവശ്യപ്പെടുന്നു. ക്യാമറോണും മൈക്കും പോകാൻ തയ്യാറാവുന്നു. എന്നാൽ കാസിൻ സിറ്റിയിൽ ഇറങ്ങാനുള്ളവരെല്ലാം വെള്ളക്കാരാണെന്നും കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് മൈക്കിനെ പോകാൻ സൈറസ് അനുവദിക്കുന്നില്ല. ഉടനെ തന്നെ ക്യാമറോൺ തനിക്ക് ഒരുപാട് കാലം ഇനിയും ജയിൽ ശിക്ഷ അനുഭവിക്കാനുള്ളതുകൊണ്ട് താൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സൈറസിനെ അറിയിക്കുന്നു. സൈറസ് ഒഫീഷ്യൽസിനെയും പൈലറ്റിനെയും തടവുകാരുടെ വേഷം ധരിപ്പിച്ച് കാസിൻ സിറ്റിയിൽ ഇറക്കിവിടാൻ പറയും. ക്യാമറോൺ തന്ത്രപരമായി വില്ലിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡർ ഒരു ഓഫീസറുടെ ഷർട്ടിനുള്ളിൽ വെച്ച് അയാളെ വേഷം മാറ്റി കാസിൻ സിറ്റിയിൽ ഇറക്കിവിടുന്നു. അതിനിടയ്ക്ക് ജയിലിൽ സൈറസിന്റെ സെല്ലിൽ ചെക്കിംഗ് നടക്കുന്നു. സെല്ലിന്റെ ചുമരിൽ നിന്ന് അവർക്ക് പ്ലെയിനിന്റെ ഡ്രോയിങ്സും ലെറ്ററും ഒരു ബോക്സും ഒക്കെ കിട്ടുന്നു. അവർ വിൻസ് ലാക്കിനെ വിവരം അറിയിക്കുന്നു.
ലാർക്കിൻ വന്ന ആ ലെറ്റർ ഡീകോഡ് ചെയ്ത് പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാനുള്ള സൈറസിന്റെ പ്ലാൻ മനസ്സിലാക്കുന്നു. അവിടെ ഇരിക്കുന്ന ഒരു വസ്തുവും തുടരുതെന്നും ഒഫീഷ്യൽസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ലാർക്കിൻ പുറത്തേക്ക് ഓടി പോകുന്നു. എന്നാൽ ഒരു കിഴങ്ങൻ ഓഫീസർ ആ ബോക്സ് തുറക്കുന്നു, ബോംബ് പൊട്ടുന്നു. കുതാകഥ. ഇവിടെ സൈറസ് എത്രത്തോളം വലിയ ക്രിമിനൽ ആണെന്നും ബുദ്ധിശാലിയാണെന്നും ഡയറക്ടർ കാണിച്ചു തരികയാണ്. സീൻ കാസം സിറ്റിയിലേക്ക് തിരിച്ചു പോകുന്നു. അവിടുന്ന് പ്ലെയിനിൽ കയറാനുള്ള തടവുകാരിൽ ഒരു പൈലറ്റുമുണ്ട്. അയാൾ പ്ലെയിൻ പറത്താൻ കോക്പിറ്റിലേക്ക് കയറുന്നു. ജെയിൽ ബേർഡിനെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അയാൾ പിൻബോളിന്റെ കയ്യിൽ പ്ലെയിനിന്റെ GPS ട്രാൻസ്പോണ്ടർ കൊടുത്തുവിടുന്നു. പിൻബോൾ അത് ആ ഹാങ്ങറിൽ തന്നെയുള്ള ഒരു പ്ലെയിനിൽ സുരക്ഷിതമായി വെക്കുന്നു. ക്യാമറോൺ ഓഫീസറുടെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച റെക്കോർഡ് കാസം സിറ്റി പോലീസ് കണ്ടുപിടിക്കുകയും എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ സൈറസും കൂട്ടുകാരും പ്ലെയിൻ അവിടുന്ന് പറത്തിക്കൊണ്ടുപോകുന്നു. ഇതിനിടയ്ക്ക് ഹാങ്ങറിൽ വരുന്ന ഒരു അക്കനുമായി ചൊല്ലിക്കൊണ്ടിരുന്ന പിൻബോളിന് പ്ലെയിനിൽ കയറാൻ സാധിക്കുന്നില്ല. അയാൾ പ്ലെയിനിന്റെ ടയറിൽ കുടുങ്ങി മൃതിയടയുന്നു. വിൻസ് ലാർക്കിൻ പ്ലെയിനിൽ സൈറസിനെ വയർലെസ്സിൽ കോൺടാക്ട് ചെയ്ത് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഡങ്കൻ വില്ലി സിംസിനെ കൊന്ന ദേഷ്യത്തിന് സൈറസിന്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്നു. സൈറസ് ലാർക്കിന്റെ അടുത്ത് കാസം സിറ്റിയിൽ ഒഫീഷ്യൽസിന് എങ്ങനെ ഇതിനെപ്പറ്റി വിവരം ലഭിച്ചു എന്ന് ചോദിക്കുന്നു. എന്നാൽ ലാർക്കിൻ ഇതിന് മറുപടിയായി കുറച്ച് നമ്പറും കുത്തിയും ഒക്കെ അടിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടാണ് തന്റെ പ്ലെയിനുമായി പോകുന്നതെന്ന ചോദ്യത്തിന് നമ്മളെല്ലാവരും കൂടി ഡിസ്നിലാൻഡിൽ പോവുകയാണെന്ന് സൈറസ് മറുപടിയും പറയും. ഇത് കഴിഞ്ഞ് വിൻസ് അയാളുടെ സീനിയർ ഓഫീസറും ഡങ്കൻ മലോയുമായി മീറ്റ് ചെയ്യുന്നു. താൻ ക്യാമറോണിന്റെ പ്രൊഫൈൽ വായിച്ചെന്നും അയാൾ പരോൾ കിട്ടി റിലീസ് ആവാൻ പോകുന്ന ആളാണെന്നും അവരെ അറിയിക്കുന്നു. ക്യാമറോൺ ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു എന്നും കാസം സിറ്റിയിൽ ഇറങ്ങാൻ അയാൾക്ക് അവസരമുണ്ടായിരുന്നിട്ടും അയാൾ അത് ചെയ്തില്ല. അതിന് പിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കാണും. നമുക്കൊരു പക്ഷേ പ്ലെയിനിൽ ഒരു സഹായി ക്യാമറോണിന്റെ രൂപത്തിൽ ഉണ്ടാകാമെന്നും അയാൾ പറയുന്നു. നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി പ്ലെയിനിനെ തിരിച്ചു പിടിക്കണമെന്ന് ലാർക്കിൻ അവരോട് ആവശ്യപ്പെടും. എന്നാൽ ഡങ്കന് ഇത് തീരെ പിടിക്കുന്നില്ല. കുരുവട്ടിയിരിക്കുന്ന ഡങ്കൻ ലാർക്കിന്റെ അടുത്ത് തർക്കിക്കുന്നു. ആ പ്ലെയിനിലുള്ളവരൊക്കെയും തന്റെ കണ്ണിൽ ക്രിമിനൽസ് ആണെന്നും ആ പ്ലെയിൻ ട്രാക്ക് ചെയ്ത് ഞാൻ നശിപ്പിക്കാൻ പോവുകയാണെന്നും പറയുന്നു. ഇതിന് ലാർക്കിന്റെ സീനിയർ ഓഫീസറിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഒരു ചോപ്പറിൽ പ്ലെയിനിനെ ട്രാക്ക് ചെയ്യാൻ പുറപ്പെടുന്നു. പ്ലെയിനിന്റെ ലാൻഡിംഗ് ഗിയറിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പൈലറ്റ് പറഞ്ഞ അനുസരിച്ച് സൈറസ് ഡയമണ്ട് ഡോഗിനെ അത് നോക്കാൻ പറഞ്ഞു വിടുന്നു. ഡയമണ്ട് ഡോഗ് ക്യാമറോണിനെയും കൂട്ടി പ്ലെയിനിന്റെ താഴെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് അവിടെ പിൻബോളിന്റെ ചിരിച്ച ഡെഡ് ബോഡി കണ്ടുകിട്ടുന്നു. ഡയമണ്ട് ഡോഗ് കാണാതെ ക്യാമറോൺ പിൻബോളിന്റെ ഷർട്ടിൽ ലാർക്കിന് ഒരു മെസ്സേജ് എഴുതിയിട്ട് ബോഡി താഴേക്ക് തള്ളിയിടുന്നു. ബോഡി നേരെ സിഗ്നലിൽ കിടന്ന ഒരു കാറിന്റെ ബോണറ്റിൽ ചെന്ന് വീഴുന്നു. മാർഷൽ ലാർക്കിൻ ട്രിഷയെയും കേസിയെയും തന്റെ ഓഫീസിൽ മീറ്റ് ചെയ്യുന്നു. അവരുടെ ഹസ്ബൻഡിന്റെ ഫ്ലൈറ്റിൽ ഒരു പ്രശ്നമുണ്ടായി എന്നും രക്ഷപ്പെടാൻ അവസരം കിട്ടിയിട്ടും ക്യാമറോൺ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നും ട്രിഷയുടെ അടുത്ത് അദ്ദേഹം ചോദിക്കുന്നു. ക്യാമറോൺ മകൾക്കും എനിക്കും അയച്ച കത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും തിരിച്ചു വരാൻ അയാൾ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നുവെന്ന്. ക്യാമറോൺ ആ പ്ലെയിനിൽ തുടരുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ടാകും. നിങ്ങൾ ക്യാമറോണിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് വേഗം തിരിച്ചു വരാൻ പറയണമെന്നും വികാരഭരിതമായി ട്രിഷ്യ ലാർക്കിനോട് പറയുന്നു. അപ്പോൾ വിൻസിന് ഒരു പോലീസ് ഓഫീസറുടെ കോൾ വരുന്നു. ആകാശത്ത് നിന്ന് ഒരു ബോഡി വീണ് കിട്ടിയിട്ടുണ്ടെന്നും അത് ലാർക്കിന്റെ പേര് എഴുതിയിട്ടുണ്ടെന്നും പറയുന്നു. ലാർക്കിൻ മാപ്പിൽ ബോഡി വീണ ലൊക്കേഷനും ഒക്കെ വെച്ച് കണക്കുകൂട്ടി നോക്കിയപ്പോൾ പ്ലെയിൻ ലേണർ ഫീൽഡ് എന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട എയർസ്ട്രിപ്പിൽ ലാൻഡ് ചെയ്യാനാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. ലാർക്കിൻ ഉടനെ ഡങ്കനെ വിളിച്ച് അവർ തെറ്റായ ദിശയിലാണ് പോകുന്നതെന്നും ആ റൂട്ടിൽ പോയാൽ നിങ്ങൾക്ക് ജെയിൽ ബേർഡിനെ കിട്ടില്ല എന്നും പറയുന്നു. ജെയിൽ ബേർഡിനെ കണ്ടുപിടിച്ച് അത് തകർക്കാൻ മുട്ടി നിൽക്കുന്ന ഡങ്കന് ആ കോൾ കട്ട് ചെയ്യുന്നു. ലാർക്കിൻ ലേണർ ഫീൽഡിലേക്ക് പ്രൈവറ്റ് ജെറ്റിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ അവിടെ ജെറ്റ് ഒന്നും അവൈലബിൾ അല്ലെന്നും അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ ഒരു കാർ എടുത്ത് പോയാൽ വേഗം അവിടെ എത്താൻ കഴിയുമെന്നും പറഞ്ഞ് പൈലറ്റ് ലാർക്കിനെ കളിയാക്കുന്നു. ലാർക്കിൻ ഡങ്കന്റെ സ്പോർട്സ് കാറും എടുത്ത് നേരെ ലേണർ ഫീൽഡിലേക്ക് വെച്ചു പിടിക്കുന്നു. ഇവിടെ പ്ലെയിനിൽ ബില്ലി ബെഡ്ലാമിന് ക്യാമറോണിന്റെ മേൽ ചെറിയ സംശയം ഉണ്ടാവുന്നു. അത്രയും നാൾ ആ ജയിലിൽ കിടന്നിട്ടും നിന്നെ ഞാൻ ആ ബ്ലോക്കിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ക്യാമറോണിനെ ബെഡ്ലാം ചൊറിയുന്നുണ്ട്. ബെഡ്ലാം താഴെ പോയി ക്യാമറോണിന്റെ സാധനം വെച്ചിരുന്ന ആ കാട്ടൺ തുറന്നു നോക്കുമ്പോൾ അയാൾക്ക് അവന്റെ റിലീസ് ഓർഡറും കേസി എഴുതിയ കത്തും കിട്ടുന്നു. അവിടെ വെച്ച് ക്യാമറോണും ബെഡ്ലാം ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി അടിയായി ഒടുക്കം കമ്പി കുത്തി കയറി ബെഡ്ലാം പടമാവുന്നു. ജെയിൽ ബേർഡിന്റെ പിറകെ പോയ ഡങ്കന് തങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് വേറൊരു പ്ലെയിൻ ആണെന്ന് മനസ്സിലാവുന്നു. ലാർക്കിൻ കാറിൽ ലേണർ എയർഫീൽഡിൽ എത്തി കാർ ഒരിടത്ത് ഒളിപ്പിച്ചിട്ട് അവിടെയൊക്കെ നോക്കുന്നു. അയാൾക്ക് അവിടെ ഒരു ഡെഡ് ബോഡിയും കണ്ടുകിട്ടുന്നു. ഇതിനിടയ്ക്ക് ജെയിൽ ബേർഡ് ആ എയർ സ്ട്രിപ്പിൽ ഇടിച്ചിറങ്ങുന്നു. താങ്കൾ സ്വതന്ത്രരായി എന്ന് കരുതി അവർ തുള്ളിച്ചാടുമ്പോൾ പ്ലെയിനിന്റെ അകത്ത് മൈക്ക് മരണത്തിനോട് മല്ലിടുകയായിരുന്നു. ഉടനെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കിട്ടിയില്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്ന് അയാൾ ക്യാമറോണിന്റെ അടുത്ത് പറയുന്നു. ക്യാമറോൺ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തപ്പി പ്ലെയിനിന്റെ വെളിയിൽ ഇറങ്ങുന്നു. അവിടെ ഡയമണ്ട് ഡോഗ് ബാക്കിയുണ്ടായിരുന്ന ഓഫീസേഴ്സിനെ കൊല്ലാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇവരെ പ്ലാൻ ബിക്ക് വേണ്ടി നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ക്യാമറോൺ അയാളെ തടയുന്നു. സൈറസും അത് ശരിവെക്കുന്നു.
എല്ലാവരും കൂടി മണ്ണി പൊതിഞ്ഞ് പ്ലെയിനിനെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഫസ്റ്റ് എയ്ഡ് കിറ്റ് തപ്പി കാമറൂൺ ഒരു ഗ്യാരേജിലെത്തുന്നു. അവിടെ ഫ്രാൻസിസ്കോയുടെ ആൾക്കാർ അയാളെ ഗൺ പോയിന്റിൽ നിർത്തുന്നു. ലാർക്കിനും കാമറൂണും കൂടി അവരെ വെടിവെച്ച് ഉപ്പുമാക്കുന്നു. ലാർക്കിനും കാമറൂണും പരസ്പരം തോക്ക് ചൂണ്ടി സംസാരിക്കുന്നു. നിങ്ങൾ ഇത് എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഒരു ഫ്രീമാനാണ്. എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ നിങ്ങളുടെ വൈഫിനെയും കേസിയെയും മീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അവർ നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും എന്നുമൊക്കെ ലാർക്കിൻ കാമറൂണിന്റെ അടുത്ത് പറയുന്നു. എന്റെ ഫ്രണ്ട് ആ പ്ലെയിനിലുണ്ട്, അവനെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നും പറഞ്ഞ് കാമറൂൺ അവിടെ നിന്ന് പോകും. അവിടെ കിടന്നൊരു പ്ലെയിനിന്റെ ഉള്ളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി ഫ്രാൻസിസ്കോയുടെ ആളായിരുന്നു. സൈറസിന്റെ പ്ലാൻ സത്യത്തിൽ ഫ്രാൻസിസ്കോയുടെ സഹായത്തോടെ അവിടുന്ന് വേറൊരു പ്ലെയിനിൽ തടി തപ്പാം എന്നായിരുന്നു. എന്നാൽ ഫ്രാൻസിസ്കോയുടെ പ്ലാൻ സൈറസിനെ ഡബിൾ ക്രോസ് ചെയ്ത് ഒറ്റയ്ക്ക് പ്ലെയിനിൽ അവിടുന്ന് രക്ഷപ്പെടാനായിരുന്നു. ഇതിനിടയ്ക്ക് വാച്ച് ടവറിൽ നിരീക്ഷിക്കാൻ കയറിയ ജോണി ദൂരെ നിന്ന് പോലീസ് വരുന്ന വിവരം സൈറസിനെ അറിയിക്കുന്നു. അപ്പോഴേക്കും ഫ്രാൻസിസ്കോയും അവന്റെ സഹായിയും ഒരു പ്ലെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ലാർക്കിൻ ഒരു ക്രെയിൻ വെച്ച് ഫ്രാൻസിസ്കോയുടെ പ്ലെയിനിനെ തകർത്ത് ആ പ്ലാൻ പൊളിക്കുന്നു. ഫ്രാൻസിസ്കോ തന്നെ പറ്റിച്ചതാണെന്ന് സൈറസ് അപ്പോഴേക്കും മനസ്സിലാക്കിയിരുന്നു. പെട്രോളിൽ കുളിച്ചു നിന്ന ഫ്രാൻസിസ്കോയെ സൈറസ് അവിടെ വെച്ച് കത്തിച്ചു കൊല്ലുന്നു. അതിനുശേഷം പോലീസിനെ നേരിടാൻ സൈറസ് ഒരു പ്ലാൻ ഉണ്ടാക്കി അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ജയിൽ ഗേർഡിൽ ഉണ്ടായിരുന്ന വെപ്പൺസും അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് കുറ്റിയും ഒക്കെ വെച്ച് അവർ പോലീസിനെ നേരിടുന്നു. ഏറ്റുമുട്ടലിൽ കുറെ തടവുകാർ കൊല്ലപ്പെടുന്നു. ഈ ബഹളത്തിനിടയ്ക്ക് സീരിയൽ റേപ്പിസ്റ്റ് ആയ ജോണി ഓഫീസർ സാലിയെ റേപ്പ് ചെയ്യാൻ പ്ലെയിനിന്റെ അകത്ത് കയറുന്നു. മൈക്ക് അവരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വളരെ ക്ഷീണിതനായ അയാൾക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പോൾ കാമറോൺ അവിടെ എത്തി ജോണിയെ ഇടിച്ച് അവന്റെ അണ്ടവും പെരുവും വേറെ വേറെ ആക്കി കെട്ടിയിടുന്നു. എന്നിട്ട് മൈക്കിനുള്ള ഇഞ്ചക്ഷൻ അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. സൈറസ് എല്ലാവരോടും പ്ലെയിനിൽ കയറാൻ ആവശ്യപ്പെടുന്നു. അവർ ആ പ്ലെയിനും കൊണ്ട് വീണ്ടും പറക്കുന്നു. പ്ലെയിൻ അവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി കാമറോൺ കെട്ടിയ കയറിൽ കുരുങ്ങി ഡങ്കന്റെ കാറും അതിന്റെ കൂടെ പറന്നു പോകുന്നു. കാർ പൊട്ടി തകർന്ന് ലാർക്കിന്റെയും ഡെങ്കിന്റെയും മുന്നിൽ തന്നെ വന്ന് വീഴുന്നു. ഓഫീസിൽ പാർക്ക് ചെയ്തിരുന്ന കാർ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിച്ച് കിളിപോയി നിൽക്കുന്ന ഡങ്കൻ ഒരു വശത്ത്, എന്നാൽ പ്ലെയിനിന്റെ അകത്ത് എല്ലാവരും രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോഴേക്ക് സൈറസ് എല്ലാവരോടുമായി പറയുന്നു, നമ്മുടെ ഇടയിൽ ഒരു ഒറ്റുകാരനുണ്ട്. അയാളാണ് ബില്ലി ബെറ്റ്ലാമിനെ കൊന്നത്. കാർസൺ സിറ്റിയിൽ പോലീസിന് ഇൻഫോം ചെയ്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് പ്ലെയിൻ അവിടെ പറക്കാതിരിക്കാൻ അയാൾ കെട്ടിയും കൂടെ ഇട്ടു. ആളെ കണ്ടുപിടിക്കാൻ സൈറസ് സാലിയെ ഗൺ പോയിന്റ് നിർത്തി അവരെ കൊല്ലുമെന്ന് പറയുന്നു. കാമറൂൺ എണീക്കാൻ പോയപ്പോൾ അയാളെ തടഞ്ഞ് മൈക്ക് ചാടി കയറി താനാണിത് ചെയ്തതെന്ന് സൈറസിനോട് പറയുന്നു. സൈറസ് മൈക്കിനെ ഷൂട്ട് ചെയ്തിട്ട് തന്റെ പോക്കറ്റിൽ നിന്ന് കേസിയുടെ ലെറ്റർ എടുത്ത് വായിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവരെ പിന്തുടർന്നു വന്ന ലാർക്കിനും ഡങ്കിനും പ്ലെയിനിന്റെ നേരെ വെടിവെക്കുന്നു. കാമറൂൺ അവിടെ ഉള്ളവരുമായി ഫൈറ്റ് ചെയ്ത് നേരെ പൈലറ്റിന്റെ അടുത്ത് പോയി പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പറയുന്നു. എന്നാൽ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ് ആയതുകൊണ്ട് ലാൻഡിംഗ് പറ്റില്ല എന്നും ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വരുമെന്നും പൈലറ്റ് കാമറൂണിനെ അറിയിക്കുന്നു. ഇതിനിടയ്ക്ക് സാലി സൈറസിനെ അടിച്ച് ബോധം കെടുത്തുന്നു. ഡങ്കൻ പ്ലെയിനിനെ ടാർഗറ്റ് ചെയ്ത് മിസൈൽ ലോക്ക് ചെയ്യുന്നു. അപ്പോഴേക്ക് കാമറൂൺ റേഡിയോയിൽ അവരെ കോൺടാക്ട് ചെയ്ത് പ്ലെയിൻ തന്റെ കൺട്രോളിലാണെന്നും ദയവ് ചെയ്ത് ഷൂട്ട് ചെയ്യരുതെന്നും പറയുന്നു. എന്നാൽ ഡങ്കൻ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കുറച്ച് സെന്റിയൊക്കെ അടിച്ച് ലാർക്കിൻ ഡങ്കനെ സമ്മതിപ്പിക്കുന്നു. പ്ലെയിൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയി നേരെ ലാസ് വേഗസിന്റെ റോഡിലൂടെ നിരങ്ങി നീങ്ങി അവസാനം ഒരു കസിനയുടെ ഉള്ളിൽ ഇടിച്ചു കയറ്റി പാർക്ക് ചെയ്യുന്നു. ആരും രക്ഷപ്പെടാതിരിക്കാൻ പോലീസ് എത്തി പ്ലെയിനിനെ വളയുന്നു. മൈക്കിനെ ഒരു ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുന്നു. സാലി തന്നെ രക്ഷിച്ചതിന് കാമറൂണിന്റെ അടുത്ത് നന്ദിയും പറയുന്നു. ലാർക്കിൻ പ്ലെയിനിൽ ഉണ്ടായിരുന്നവരുടെ എല്ലാം എണ്ണം എടുക്കുമ്പോൾ അതിൽ സൈറസും പൈലറ്റും ഡൈമണ്ട് ഡോഗും മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. സൈറസും കൂട്ടുകാരും ഒരു ഫയർ എഞ്ചിനിൽ കയറി രക്ഷപ്പെടുന്നത് കണ്ട കാമറൂണും ലാർക്കിനും അവരെ 2 പോലീസ് ബൈക്കിൽ കയറി ചേസ് ചെയ്യുന്നു. ഒടുക്കം ലാർക്കിനും കാമറൂൺ കൂടി സൈറസിനെയും അയാളുടെ കൂട്ടുകാരെ കൊല്ലുന്നു. ഫൈനലി കാമറൂൺ അയാളുടെ ഫാമിലിയുമായി ഒത്തുചേരുന്നു. കാമറൂൺ അയാളുടെ മകൾക്ക് വേണ്ടി കൊണ്ടുവന്ന പാവ കേസിക്ക് കൊടുക്കുന്നു. നനഞ്ഞു മുഷിഞ്ഞ പാവ കേസ് സ്വീകരിക്കുന്നിടത്ത് ഫിലിം അവസാനിക്കുന്നു. ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന അത്യാവശ്യം നല്ലൊരു ത്രില്ലർ മൂവി തന്നെയാണ് കോണയർ. സൈമൺ വെസ്റ്റ് ആദ്യമായി സംവിധാനം ചെയ്ത മൂവിയാണ് കോണയർ. അതിനുശേഷം അദ്ദേഹം ലാറ ക്രോഫ്റ്റ്, ടോം റൈഡർ, ദി മെക്കാനിക്, ദി എക്സ്പെൻഡബിൾസ് 2 എന്നിങ്ങനെ ഒരുപിടി വിജയകരമായ ചിത്രങ്ങൾ ഡയറക്ട് ചെയ്തു. കോണയറിന് ആ കൊല്ലത്തെ ബെസ്റ്റ് ഒറിജിനൽ സോങ്, ബെസ്റ്റ് സൗണ്ട് എന്നീ കാറ്റഗറിയിൽ ഓസ്കാർ നോമിനേഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ടൈറ്റാനിക് ആ കൊല്ലം അതെല്ലാം വാരിക്കൊണ്ടുപോയി. ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് ഫിലിപ്പ് സ്വാർട്സ് എന്നൊരു വെൽഡർ പ്ലെയിനിന്റെ മോഡൽ വീണ് മരിച്ചിരുന്നു. ഫിലിമിന്റെ എൻ ക്രെഡിറ്റിൽ സ്വാർട്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലെ പ്ലെയിൻ ക്രാഷ് ഷൂട്ട് ചെയ്യാൻ സാൻഡ് ഹോട്ടൽ എന്നൊരു റിയൽ കസിനോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം. തെറി വിളിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും കാണാം. സ്റ്റേ സേഫ്.